ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെളീരി ചോറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ വെച്ച് രാത്രിയിൽ ചോറാക്കാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ചോറ് കഴിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗോതമ്പ് മാവ് തീർന്നു കേട്ടോ. പിന്നെ അരിമാവിട്ട് വെച്ചിട്ട് തിന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ ഞാൻ തന്നെ തീരുമാനിച്ചതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇവരൊക്കെ ചോറ് കഴിച്ചോളും. ചേട്ടന് പിന്നെ ചോറാണ് ഇഷ്ടം. പിന്നെ ഞാൻ രാത്രിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ മലക്കറി കാണിച്ചത് അവിയലിനുള്ളത്. ആ കടലയും കൂടെ കുറച്ച് വേവിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതാ പോയി ലിപ് ബാമൊക്കെ ഇട്ട് ഒന്ന് മുടിയൊക്കെ ഇട്ട് സെറ്റായിട്ട് വന്നു. അപ്പോഴും പിന്നെ മോൻ്റെ റൂമൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എത്ര ഒതുക്കിയാലും ഒരു ഒതുങ്ങാത്ത റൂമാണ്. അവയിട്ട് ചവിട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ അങ്ങ് വെക്കും. അപ്പം നമ്മൾ ബുദ്ധൻ കണ്ടോ, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഇപ്പോൾ ബുദ്ധനോടാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഓരോരോ അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം ചുമ്മാ ഒന്ന് കറങ്ങി ആരും ഇല്ലല്ലോ, മോള് വരാൻ സമയമായതേ ഉള്ളൂ. അപ്പോൾ മലക്കറിയൊക്കെ എടുത്ത് വെച്ചു, കടലയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചു. അപ്പോഴത്തേക്ക് വന്നു കേട്ടോ, മകൾ വന്നു. ഇനി മകളുടെ പരിപാടി എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് മേടിക്കണം, കഴിക്കണം, അതൊക്കെ തന്നെയാണ്. നീ ചവയ്ക്കുന്ന സൗണ്ട് ഇവിടം വരെ കേൾക്കാം. ബിസ്ക്കറ്റ് തീറ്റി വരണം, എനിക്കൂടെ. ഇവ പിന്നെ അടുത്ത് കടയുണ്ടല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ അച്ഛൻ്റെ നിന്ന് 10 രൂപ ഒപ്പിച്ച് വെക്കും കേട്ടോ. വന്നിട്ട് ബിസ്ക്കറ്റ് തിന്നിട്ടേ പിന്നെ കുളിച്ചിട്ട് ചോറ് കഴിക്കത്തില്ല കേട്ടോ. ചോറ് കഴിക്കാൻ വലിയ മടി. പിന്നെ രാത്രി എങ്ങനെയെങ്കിലും കുത്തിക്കടിച്ച് കൊടുക്കും. അതുകൊണ്ട് വൈകുന്നേരം കഴിക്കത്തില്ല, ഒരു നേരേ കഴിക്കത്തുള്ളൂ. എണ്ണ വാരിയിട്ട് അടിമുഖത്ത് നോക്കി മുഖം നിറച്ച എണ്ണ കേട്ടോ. ഇവൾക്ക് വാസലിൻ വാരിയിടും കേട്ടോ. അതെൻ്റെ ശീലമാണ്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എന്താണെന്നറിയത്തില്ല. അങ്ങനെ അതാ നോക്കിയപ്പം മാഗിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് എനിക്കൂടെ താഴ്ന്നു കേട്ടോ. അപ്പോൾ ടേസ്റ്റുള്ള മാഗിയൊന്നും എനിക്ക് ചില മാഗികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇവരൊക്കെ പിന്നെ എന്ത് മാഗി ആയാലും കഴിച്ചോളും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, കണ്ണ് തെളിച്ച് നോക്കാടി ഉണ്ടക്കണ്ണീ എന്ന് പറഞ്ഞതാട്ടോ. അന്നേരം അവൾ ഒന്നും കൂടെ കണ്ണ് തെളിച്ച്. അപ്പം ഞാനും കൂടെ ഇത്തിരി ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. അത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ അടുക്കള പണിയിലോട്ട് ഞാൻ നടന്നു. കാര്യം എന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് മുമ്പ് എല്ലാം വേവിച്ച് വെക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിയലിനൊക്കെ അരിഞ്ഞ്. അപ്പം നമ്മളെല്ലാം കാർത്തികയുടെ വാങ്ങിച്ച ചേമ്പും ചേനയും അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ കടല ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൂട്ടുകറിയാകുമ്പം കടല ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. അല്ലാതുള്ള അവിയൽ തിന്നാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ വേവിക്കാനും വെച്ചു. അപ്പോൾ ഒരാളെ തേങ്ങാ തിരുവ ഏൽപ്പിച്ചതാട്ടോ. അങ്ങനെ സൈഡിൽ നിന്നൊക്കെ വല്ല വിധേനൊക്കെ എല്ലാം തിരുവിയൊക്കെ തന്നു. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന ചൂരയായിരുന്നു. അപ്പോൾ ചേട്ടനത് വെട്ടാനൊക്കെ തുടങ്ങി. ഇനി അതൊന്നും കറി വെച്ച് വെക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ തലേന്ന് വെച്ച മീൻകറി ഉണ്ട് കേട്ടോ, ഇലക്കറി ഉണ്ട്. പിന്നെ ചമ്മന്തി അരയ്ക്കണം. അങ്ങനെ രാത്രി ചൂട് ചോറും തിന്നാൻ എനിക്കിപ്പോൾ എന്തോ ഒരു ഇഷ്ടമാണ്. പക്ഷേ കഴിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ ഞാനിപ്പം 2 ദിവസം ഇടയ്ക്കിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ചോറല്ല കേട്ടോ, നമ്മൾ കാപ്പി തന്നെയാണ്. ചപ്പാത്തിയോ ഭൂരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ചൂട് ചോറ് പിന്നെ ഒരു രാത്രിയാകുമ്പോൾ ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എന്താ ഉണ്ടാക്കിയെടുത്താലും ഇവിടെ പിന്നെ അങ്ങനെ വെറുപ്പൊന്നുമില്ല. ചോറ് തിന്നാനേ മക്കൾക്ക് മടിയുള്ളൂ, ഒരു നേരെ കഴിക്കത്തോളന്നേ ഉള്ളൂ. മോന് പിന്നെ കുഴപ്പമില്ല, മീനൊക്കെ വറുത്ത് കൊടുത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് രാത്രി കഴിച്ചോളും. മോക്കേ ഉള്ളു പാട്. അപ്പോൾ നമ്മൾ ആ ചൂര വലുതായിരുന്നു, പക്ഷേ വെട്ടി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കറക്കിയെടുത്ത് വെച്ച് പിന്നെ 3-4 കഷ്ണം എടുത്ത് പൊരിക്കാനൊക്കെ വെച്ചു. അപ്പോൾ രാത്രി പൊരിച്ച മീനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചോറ് ഇണ്ണാൻ ഇത്തിരി എല്ലാവർക്കും താല്പര്യമാണ്, പ്രത്യേകിച്ച് മക്കൾക്ക്. അങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ തട്ടിയിട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി മാത്രമേ ചേർത്തുള്ളൂ, ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി പിന്നെ കറിവേപ്പില പിച്ചാൻ പോകാൻ പാടുള്ളതുകൊണ്ട് അതൊന്നും ചേർക്കാതെ നമ്മൾ മീനൊക്കെ എങ്ങും പുരട്ടി വെച്ചു. അപ്പോൾ അതിൽ നിന്നൊരു 3-4-5 കഷ്ണം പൊരിച്ച് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മുളക് കറിക്കുള്ള എല്ലാം കലക്കി അങ്ങോട്ട് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് അതും പിന്നെ മീനും അങ്ങോട്ട് കൊടുത്തിട്ട് അതും അങ്ങ് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനൊരു 7 ആയപ്പോഴേ ചോറ് ഇട്ട് കേട്ടോ. ചോറ് ഇടുന്ന ദിവസം നേരത്തെ എല്ലാവർക്കും ചോറ് കൊടുക്കും. അപ്പോൾ പിന്നെ ചോറ് ഇടാനായിട്ടൊക്കെ നിന്നു. അവൻ ജോലിയൊക്കെ ഒതുങ്ങി. അപ്പോൾ ചേട്ടൻ പിന്നെ അവിടെ പാത്രമെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കുമായിരുന്നു. മോള് പിന്നെ പഠിക്കാനായിട്ട് കുറച്ച് നേരം പോയി. അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ചോറിടാൻ വന്നപ്പോൾ ഒരാളിതാ തൈരിനകത്ത് നമ്മൾ തേയില ഉണ്ടല്ലേ, തേയിലപ്പൊടി ഇങ്ങനെ കുറുക്കി വെക്കുന്നു മുഖത്തിടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഒരു മുഖത്തൊരു ഗൗരവം, അങ്ങനെ മുഖത്ത് കൊണ്ടുപോയി ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. കാപ്പിപ്പൊടിയും തേയിലയും തൈരും കൂടെ ചേർത്താൽ മുഖത്തിടുന്ന കേട്ടോ. പക്ഷേ നല്ല പാടൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൂട്ടുകറിയിൽ അവിയൽ കേട്ടോ. പിന്നെ ചമ്മന്തി, നമ്മൾ തലേന്ന് പുളിമുളക് ഉണ്ടായിരുന്നു. അങ്ങനെ ചോറ്. പിന്നെ ഞാൻ എല്ലാവർക്കും ചോറ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ, ബൈ.